ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പുഴയോട് ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. തെങ്ങ്, മുളങ്കുറ്റികളും പലകകളും സ്ഥാപിച്ച് മണ്ണിട്ട് നിരത്തി കഴിഞ്ഞ വർഷം പുനർനിർമ്മിച്ച തടയണയാണ് കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നത്. ഇതോടെ ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്ന സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായി. താഴ്ന്ന പ്രദേശത്തുള്ള ആളുകൾ വളരെ ഭീതിയിലാണ്. ഇപ്പോൾ ഈ പുഴയുടെ ലെവലിൽ വെള്ളം ഇവിടെ വരികയെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. ഇതിന്റെ സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തിലെ ആളുകൾക്കും ഇതേ ദുരന്ത അനുഭവം തന്നെയാണ്. ഇത് ഒഴിവാക്കാനായിട്ട് നിരന്തരമായിട്ട് നിവേദനങ്ങളും പരാതികളും പ്രശ്നങ്ങളുമായിട്ട് നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ താൽക്കാലിക സ്ഥിര സംവിധാനം തള്ളിപ്പോയപ്പോഴാണ് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയത്. ചാഴൂർ പഞ്ചായത്തിന് പുറമെ ചേർപ്പ്, പാറളം, അന്തിക്കാട്, അരിമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ 500-ലധികം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത്. മുൻപേ കൂട്ടി ഇതിന്റെ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ചാക്കിട്ട് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കടക്കാണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് എഇനെയും ബന്ധപ്പെട്ടവർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേഷനായിട്ട് കളക്ടർക്കും തഹസിൽദാർക്കും നമ്മൾ ഈ വിവരങ്ങളൊക്കെ എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഈ സംഭവത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തടയണ തകരാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ആവശ്യമായ ഉയരവും ഉറപ്പുമില്ലാതെ നിർമ്മിച്ച തടയണയെ സംബന്ധിച്ച് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ ആശങ്ക ഉന്നയിച്ചതാണ്. എന്നാൽ ഇതൊന്നും ഇറിഗേഷൻ അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നും 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തടയണയിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. 14 ലക്ഷം രൂപയാണ് ആദ്യം വകയിരുത്തിയത്. ഈ 14 ലക്ഷം രൂപ ഇതിന് വരില്ല. ഇത് ആകെ 2-3 ലക്ഷം രൂപ കൊണ്ട് ഇത് അവസാനിപ്പിക്കാവുന്ന പണിയുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് കുറച്ചൊരു 4 ലക്ഷം കുറച്ചിട്ട് 10 ലക്ഷമാക്കി. 10 ലക്ഷം രൂപ വരെ പണി നടക്കുമ്പോഴും ഞങ്ങളിവിടെ വന്ന് നോക്കിയിരുന്നു. ഇവിടുത്തെ എത്ര മുളയിട്ടുണ്ട്, എത്ര ലോഡ് മണ്ണടിച്ചിട്ടുണ്ട്, എത്ര പനമ്പിട്ടുണ്ട്, കയറിൻ്റെയും മണ്ണ് വന്നതിൻ്റെ വരെ കണക്ക് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കൂടി വന്ന ഒരു 3 ലക്ഷം രൂപ ഇതിന് ചിലവ് വരുള്ളൂ. ഇതിന് നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കും വേണം. ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ട് ഇനി ഇറിഗേഷൻ്റെ പണികൾ കൊടുക്കാനും പാടില്ല. കേവലം 3 ലക്ഷത്തോളം രൂപ മാത്രം ചെലവഴിച്ച് ഇതേ തടയണയുടെ സമീപത്ത് നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ സാധനം തള്ളിപ്പോയപ്പോൾ ഇത് പുനഃക്രമീകരിക്കാൻ വേണ്ടി നാട്ടുകാർ 3 ലക്ഷത്തിൽ താഴെ രൂപ സ്വരൂപിച്ചിട്ട് നാട്ടുകാർ പണിത പാലാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇറിഗേഷന്റെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. താൽക്കാലിക തടയണയ്ക്ക് പകരം സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഇതിന് 46 ലക്ഷത്തോളം രൂപ അനുവദിച്ചതായും നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത കാലവർഷത്തിന് മുൻപായി സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം MLA CC മുകുന്ദൻ പറഞ്ഞു. ശാശ്വത പരിഹാരം കണ്ടെത്താൻ FRB ഷട്ടർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് 46 ലക്ഷം രൂപയുടെ. അത് പണിയുന്നതിന് മുമ്പ് വീണ്ടും ഇത് കെട്ടണം. കളക്ടറോട് പറഞ്ഞു ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ തീരുമാനം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ വിഷയം എന്ന നിലയിൽ ഈ 3 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ വിളിച്ചു ഇവിടെയൊക്കെയാണ് വെള്ളം നിൽക്കണമെങ്കിൽ വിളിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തടയണ തകർന്നതോടെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. അപ്പോഴും ഓരോ മഴക്കാലത്തും ഭീതിയോടുകൂടി കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. പല പഞ്ചായത്തുകളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന കരുവന്നൂർ പുഴ ചേരുന്ന ഈ കമാൻഡ് മുഖത്ത് സ്ഥിരം തടയണ എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോഴും താൽക്കാലിക തടയണ കെട്ടി മാത്രമാണ് പലപ്പോഴും വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നത്. ഇനിയെങ്കിലും ശാശ്വതമായ പരിഹാരത്തിനാണ് ജനങ്ങളും പ്രദേശവാസികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കമാൻഡ് മുഖത്ത് നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.